ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കൊടിയേറ്റമാണ്. ഓരോ വർഷവും പൈങ്കുനി ഉത്രത്തിൽ അവസാനിക്കുന്ന തരത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണിത്. ശബരിമലയിലെ മണ്ഡലപൂജ, മകരവിളക്ക് എന്നീ ആഘോഷങ്ങൾ ഏറെ ജനകീയവും വ്യത്യസ്തതയുമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൂടിക്കലർന്നതുമാണെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചിട്ടവട്ടങ്ങളോടെ നടത്തപ്പെടുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്രം മഹോത്സവം. മാതൃരൂപത്തിലുള്ള ദേവിയെ സ്തുതിക്കുന്നത് മാനസികവും ശാരീരികവുമായ ശക്തിയെ ഉണർത്താനും അതിലൂടെ ജീവിത വിജയം നേടാനും സഹായിക്കും എന്നാണ് വിശ്വാസം. ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും ശക്തിയെ ആരാധിക്കുന്നു. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ജ്ഞാനനിലാവായ ദേവനേ, അതിരാവിലെ ഞാൻ തൊഴുതു മഹാദേവനേ. ജ്ഞാനനിലാവായ ദേവനേ, അതിരാവിലെ ഞാൻ തൊഴുതു മഹാദേവനേ. അജ്ഞാനങ്ങൾ നീക്കിടണേ കലാധരനേ, എൻ സത്തും ചിത്തും ആനന്ദവും നീയാണീശനേ. അജ്ഞാനങ്ങൾ നീക്കിടണേ കലാധരനേ, എൻ സത്തും ചിത്തും ആനന്ദവും നീയാണീശനേ. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാന പ്രഭുവേ, എനിക്കഷ്ടമി കണ്ടു കൈകുപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാന പ്രഭുവേ, എനിക്കഷ്ടമി കണ്ടു കൈകുപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. പാശുപദം ഏന്തും വേടനായി പരമേശ്വരനെ ഞാൻ പാർത്തു കണ്ണാൽ ഉച്ച പൂജയിൽ. പാശുപദം ഏന്തും വേടനായി പരമേശ്വരനെ ഞാൻ പാർത്തു കണ്ണാൽ ഉച്ച പൂജയിൽ. ദേവിക്കായി നിന്മേ പാതിയും നൽകിയിടുന്നോനെ, എൻ പുണ്യം പൂത്തുവയ്ക്കും തന്നിൽ സന്ധ്യാനേരത്താൽ. ദേവിക്കായി നിന്മേ പാതിയും നൽകിയിടുന്നോനെ, എൻ പുണ്യം പൂത്തുവയ്ക്കും തന്നിൽ സന്ധ്യാനേരത്താൽ. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാന പ്രഭുവേ, എനിക്കഷ്ടമി കണ്ടു കൈകുപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാന പ്രഭുവേ, എനിക്കഷ്ടമി കണ്ടു കൈകുപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. വേദേതിഹാസങ്ങളാൽ പ്രൗഢമായ ഭാരതീയ സംസ്കാരത്തിന്റെ ആണിക്കല്ലുകളിൽ ഒന്നാണ് വ്യാസൻ എന്ന നാമധേയം. വ്യാസകഥകൾ തുടരുകയാണ്. കാണാം കഥയമാമ. എല്ലാവർക്കും നമസ്കാരം. കഥയമാമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭാരതത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ പാരമ്പര്യം, സനാതനധർമ്മം ഇതെല്ലാം തന്നെ ആണിക്കല്ലായി
അടിസ്ഥാന ശിലയായിട്ട് എപ്പോഴും കാണുന്നത് അറിവിനെയാണ്, ജ്ഞാനത്തെയാണ്. ആ ജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ തന്നെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നു, അതാണ് വേദം. ആ വേദത്തിന് 4 വിഭാഗങ്ങളാക്കി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ആ വ്യസിച്ച ആളെ നമ്മൾ വ്യാസൻ എന്ന് വിളിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭാരതത്തിൻ്റെ വ്യാസ സങ്കല്പത്തെക്കുറിച്ചാണ്. നോക്കൂ, നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള കഥയാണ് ശ്രീ വേദവ്യാസ മഹർഷിയുടെ ജന്മ അവതാര കഥ. അത് മറ്റൊരു അധ്യായത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഭാരതത്തിലെ വ്യാസ സങ്കല്പം എന്താണ് എന്ന് പരിശോധിക്കാം. ആത്യന്തികമായിട്ട് ആരാണ് വ്യാസൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേദങ്ങളെ വ്യസിച്ച ആളാണ്, വിഭജിച്ച ആളാണ് എന്നാണ് സങ്കല്പം. 1,00,000-ലധികം ശ്ലോകങ്ങൾ വന്നിരുന്ന ആ മഹത്തായിട്ടുള്ള അറിവിൻ്റെ ഒരു ഭണ്ഡാകാരത്തെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഓരോ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി അതിനൊരു ഘടന നൽകിയിട്ടുള്ള ആളാണ് വ്യാസൻ. വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്ന അഭിപ്രായമുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യാസന്മാരുണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ വ്യാസനെ ചുറ്റിപ്പറ്റി നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങൾ ഭാരതത്തിലുടനീളമുണ്ട്. നമുക്ക് പരിചയമുള്ള, നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പുരാണങ്ങളുടെ കർത്താവായിട്ടുള്ള വേദങ്ങളെ വിഭജിച്ച ആ വ്യാസനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഒരു സാധാരണപ്പെട്ട അറിവിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പുരാണങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മഹാഭാരതം എഴുതിയിട്ടുള്ള ഒരു വ്യക്തി, ആദികാവ്യമായിട്ടുള്ള രാമായണത്തെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എഴുതിയിട്ടുള്ള വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അതിന് പുറമെ ഈ സനാതനധർമ്മത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രത്തോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു പരിധി നിശ്ചയിക്കാൻ സാധിക്കില്ല. അത്രത്തോളമാണ് വ്യാസൻ്റെ ഒരു സംഭാവന സനാതനധർമ്മത്തിലുള്ളത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ല് തന്നെയുണ്ട്, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ്. വ്യാസൻ എഴുതാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന്. ഈ ജഗത്തിലുള്ളത് മുഴുവൻ എവിടെ നിന്ന് വന്നു? അത് വ്യാസനിൽ നിന്ന് വന്നു എന്നാണ് സങ്കല്പം. ആ വ്യാസൻ ആരാണ് എന്ന് വീണ്ടും ചോദിക്കുന്ന സമയത്ത് സഹസ്രനാമം ഉൾപ്പെടെ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. സാക്ഷാൽ വിഷ്ണു തന്നെയാണ് വ്യാസൻ എന്ന് തന്നെയാണ് സങ്കല്പം. ഭഗവാൻ നാരായണൻ്റെ അംശം അദ്ദേഹത്തിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭഗവത് സ്വരൂപം തന്നെയായിട്ടുള്ള ആ വേദവ്യാസ മഹർഷി നമുക്ക് തന്നിട്ടുള്ള സംഭാവനകൾക്ക് കണക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യങ്ങളിലൊന്നായിട്ടുള്ള ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിൻ്റെ അടിസ്ഥാനമാണ് വേദങ്ങൾക്ക് പോലും കാരണമായിട്ടുള്ളതെന്ന് പറയാം. അല്ലെങ്കിൽ വേദങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആ പണ്ഡിതർ ശ്രേഷ്ഠന്മാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം. സനാതനധർമ്മത്തിൽ ഈശ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന, ചൈതന്യം എന്ന് വിളിക്കപ്പെടുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ എന്തൊക്കെ വഴികൾ നമുക്ക് സ്വീകരിക്കാമെന്ന് വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ബ്രഹ്മസൂത്രം. വ്യാസസ്മൃതിയുണ്ട്. എങ്ങനെയാണോ മനുസ്മൃതിയെ നമ്മൾ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ തന്നെ വ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള വ്യാസസ്മൃതി എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും വളരെയധികം കേമപ്പെട്ട രീതിയിൽ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഓരോ ഭാരതീയനും താൻ ജനിച്ചിട്ടുള്ള ഈ സംസ്കാരം, താൻ കൊണ്ടു നടക്കുന്ന ഈ സനാതനധർമ്മം എത്ര മഹത്തരമാണെന്ന് ആ വ്യാസസ്മൃതിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ഈ ഭൂമി എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതിനെക്കുറിച്ച് പോലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മാണ്ഡാംശം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ച ഉൽപ്പത്തി ഉണ്ടായതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിൽ ഈ ഭൂമിയുടെ ഉൽപ്പത്തിയുമായിട്ട് ശാസ്ത്രം പറയുന്ന പല അംശങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാനും സാധിക്കും. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു ജ്ഞാനദൃഷ്ടിയുള്ള മഹാത്മാവായിരുന്നു വ്യാസമഹർഷി. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള സമ്പത്താണ് 18 പുരാണങ്ങളും ഇതിഹാസങ്ങളും. അതിൽ തന്നെ ഏറ്റവും കേമപ്പെട്ട സാക്ഷാൽ മഹാഭാരതം. ആ മഹാഭാരതത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന ലോകം മുഴുവൻ ഭാരതത്തെ ആദരിക്കാൻ കാരണക്കാരനായിട്ടുള്ള സാക്ഷാൽ ഭഗവത്ഗീത ഉൾപ്പെടെ വ്യാസമഹർഷിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഗുരു? ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. അജ്ഞാനമാകുന്ന തിമിരത്തിൽ നിന്ന് വെളിച്ചമാകുന്ന അറിവിലേക്ക് ഒരു സാധകനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളാണ് ഗുരു. ഈ ഭാരതം മുഴുവൻ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരെയും വെളിച്ചത്തിലേക്ക്,
അറിവിലേക്ക് നയിച്ച ഭാരതത്തിൻ്റെ ഗുരുനാഥനായിട്ടാണ് നമ്മൾ വ്യാസമഹർഷിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതം നിലനിൽക്കുന്നത് വേദങ്ങളിലാണെങ്കിൽ, ഭാരതം നിലനിൽക്കുന്നത് അറിവിലാണെങ്കിൽ, ആ അറിവിൻ്റെ കടകോൽ പിടിച്ചു നിൽക്കുന്ന മഹാത്മാവായിട്ട് നമുക്ക് വ്യാസനെ സങ്കല്പിക്കാൻ സാധിക്കണം. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് പല വിദേശ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ഭാരതീയനാണ് ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്നത് മഹാഭാരതത്തിൻ്റെ നാട്ടിൽ നിന്നല്ലേ, നിങ്ങൾ വരുന്നത് ഭഗവത്ഗീതയുടെ നാട്ടിൽ നിന്നല്ലേ, നിങ്ങൾ വരുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള വേദങ്ങളുടെ നാട്ടിൽ നിന്നല്ലേ എന്ന് മറ്റ് ചിന്താഗതിക്കാർ പോലും പറയുന്ന തരത്തിൽ ഈ ഭാരതീയ സംസ്കാരത്തെ ഔന്നത്യത്തിലേക്ക് നയിപ്പിച്ച ഒരു മഹാത്മാവാണ് വ്യാസൻ. അതുകൊണ്ട് തന്നെ ഈ വ്യാസജയന്തിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ആ മഹാത്മാവിനെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ അറിവിൻ്റെ ഭണ്ഡാകാരത്തെയും ഒട്ടും തന്നെ അതിൻ്റെ മൂല്യങ്ങൾ ചോർന്നു പോവാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. ആ വ്യാസമഹർഷിയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ചടങ്ങാണ് മുഴുക്കാപ്പ്. ഭക്തരുടെ ഹൃദയം കവരുന്ന കരവിരുതു കൂടിയാണ് ഈ ചടങ്ങ്. ചന്ദനം, വെണ്ണ എന്നിവ കൊണ്ടാണ് മുഴുക്കാപ്പ് ചാർത്തുന്നത്. ചൈതന്യപൂർണമായ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് നമ്മളും എത്തിച്ചേരുകയാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ ചിലതാണ് പട്ടം, മെഡിക്കൽ കോളേജ്, കുമാരപുരം, പേട്ട, തേക്കുംമൂട്, പ്ലാമൂട് മുതലായവ. തിരക്കേറിയ ഈ നഗരകേന്ദ്രങ്ങൾക്ക് നടുവിലായി പ്രശാന്ത സുന്ദരമായ ഒരു ക്ഷേത്രമുണ്ട്, ഉമാമഹേശ്വര ക്ഷേത്രം. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. തമിഴ്നാട്ടിലെ ചില ഗ്രാമക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുമാറ് ക്ഷേത്രമതിലിന്റെ മുൻഭാഗത്തോളം നീണ്ടുകിടക്കുന്ന പാത അവിടെ വെച്ച് രണ്ടായി പിരിഞ്ഞ് ക്ഷേത്രത്തെ ചുറ്റിക്കടന്നുപോകുന്നു. വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് ശിവൻ. മഹാദേവൻ, കാലകാലൻ, മൃത്യുഞ്ജയൻ, അഘോരൻ എന്നിങ്ങനെ നീളുന്നു ശിവഭാവങ്ങൾ. എന്നാൽ ഗൗരീശഭട്ടം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഗൗരീശൻ അഥവാ മഹേശ്വരനാണ്. ഗൃഹസ്ഥനായ ദേവനായതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനയുടെ മുഖ്യമായ ഫലം. കുടുംബ പ്രശ്നങ്ങളുടെ പരിഹരണം, ദാമ്പത്യ ഐക്യം, കുടുംബത്തിന്റെ ഉന്നതി, സ്വയംവരം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ഇവിടെ എത്തുന്ന ഭക്തർ നിരവധിയാണ്. മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. പാർവതി സമേതനായിരിക്കുന്ന ശിവൻ എന്ന നിലയിൽ പൂജിക്കപ്പെടുന്ന പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ദർശനമായി പാർവതീദേവിയുടെ പ്രതിഷ്ഠയും ഈ ശ്രീകോവിലിൽ തന്നെയുണ്ട്. മഹാഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവുമെല്ലാം ഇവിടത്തെ ഉപപ്രതിഷ്ഠകളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കുടുംബ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലം ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് തന്നെയുണ്ട്. ഷഠാധാര പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. ഏത് നഗരത്തിരക്കിനിടയിലും ആധ്യാത്മികമായ ആനന്ദവും ശാന്തമായ മനസ്സും ഈശ്വരധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ സന്നിധിയിൽ എത്തി നിൽക്കുന്ന ഓരോ ഭക്തനും ബോധ്യമാകും. അത്ഭുത വിഗ്രഹ അമരാധീശ്വര അഗണിത ഗുണഗണ അമിത ശിവഹര സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ. ക്ഷേത്രത്തിനു മുന്നിൽ റോഡിനോട് ചേർന്ന് മനോഹരമായ ഒരു ക്ഷേത്രക്കുളം നമുക്ക് കാണാം. തികച്ചും കേരളീയ വാസ്തുശാസ്ത്ര മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും
നാലമ്പലവുമാണ് ഇവിടെ നമുക്ക് കാണാനാവുക. ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാദേവനും പാർവതി ദേവി സമേതനായി കുടികൊള്ളുന്നതായ ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകളോളം പഴക്കം ഉള്ളതായ ഒരു ക്ഷേത്രമാണ്. വട്ടശ്രീകോവിലാണ് ഭഗവാനെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഷടാധാര പ്രതിഷ്ഠയായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ആനന്ദാമൃത ആശ്രിത രക്ഷക ആത്മാനന്ദ മഹേശ ശിവഹര ഇന്ദുകലാധര ഇന്ദ്രാദിപ്രിയ സുന്ദര രൂപ സുരേശ ശിവഹര. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായതിനെ പറ്റിയും ഈ പ്രദേശത്തിന് ഗൗരീശപട്ടം എന്ന പേര് വന്നതിനെക്കുറിച്ചുമെല്ലാം ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. 200 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ശിവനാണെന്നാണ് വിശ്വാസം. പഴയ കാലത്ത് ഈ പ്രദേശത്തിന്റെ പേര് ചെറുകുന്ന് എന്നായിരുന്നുവെന്നും ഈ പ്രദേശം കാടായിരുന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പട്ടത്ത് ഇന്ന് PSC ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് തുളസിക്കുന്ന് എന്നായിരുന്നതിനാൽ ഈ വിശ്വാസവും ശരിയാകാനാണ് സാധ്യത. പണ്ട് രാത്രികാലങ്ങളിൽ വഴിതെറ്റി വരുന്ന യാത്രക്കാർക്ക് ഒരു ദിവ്യജ്യോതിസ് വഴികാട്ടിക്കൊടുത്തിരുന്നു. അതിൻ പ്രകാരം നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇവിടെ ശിവസാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ വനമധ്യത്തിൽ ഒരു ശിവലിംഗം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ഈശ സുരേശ മഹേശ ജനപ്രിയ കേശവ സേവിക കീർത്തി ശിവഹര ഉരഗാദിപ്രിയ ഉരഗ വിഭൂഷണ നരക വിനാശ നടേശ ശിവഹര ഊർജിത ദാനവനാശ പരാത്പര ആർജിത പാപ വിനാശ ശിവഹര ഋഗ്വേദശ്രുതി മൗരി വിഭൂഷണ രവിചന്ദ്രാഗ്നി ത്രിനേത്ര ശിവഹര. അക്കാലത്ത് ഈ പ്രദേശത്തെ 2 പ്രധാന തറവാടുകളായിരുന്നു മേലെ വാര്യവും കീഴേതിൽ നായർ തറവാടും. പ്രശ്നവിധി അനുസരിച്ച് മേലെ വാര്യത്തിലെ പരദേവതയാണ് ഇതെന്ന് കണ്ടെത്തിയതിനാൽ ആദ്യകാലങ്ങളിൽ ക്ഷേത്ര ചുമതല വാര്യത്തിനായിരുന്നു. കീഴതിൽ തറവാട്ടിൽ അനന്തരകാലത്തുണ്ടായ ചില സംഭവങ്ങളാൽ പ്രശ്നവിധി തേടുകയും അവരുടെ ആരാധനാമൂർത്തിയായ പാർവതിയെ ഈ ക്ഷേത്രത്തിൽ മഹാദേവന് സമീപം പ്രതിഷ്ഠിക്കണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ ക്ഷേത്രം ഉമാമഹേശ്വര ക്ഷേത്രമായി മാറുന്നത്. അങ്ങനെ ഗൗരീശൻ കുടികൊള്ളുന്ന സ്ഥാനം ഗൗരീശപട്ടം എന്നറിയപ്പെടാൻ തുടങ്ങി. ഭക്തജനങ്ങൾക്ക് ദേവിയെ കണ്ടു തൊഴുന്നതിലേക്കായിട്ടാണ് പുറകുവശത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് പാർവതിയെ കുടിയിരുത്തിയിട്ടുണ്ട്. അതിനു ഉപരി ഉപദേവനായിട്ട് മഹാഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പസ്വാമി, സർപ്പസ്ഥാനം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതാസ്ഥാനങ്ങൾ. നൂറ്റാണ്ടുകളോളം പഴക്കം ഉള്ളതായ ഒരു ക്ഷേത്രമാണ്. വിവാഹ സംബന്ധമായിട്ടും പിന്നെ ദാമ്പത്യ പുരോഗതിക്കുമായിട്ട് ഇവിടെ പ്രത്യേക ഒരു പൂജ നടക്കുന്നുണ്ട്. ഉമാമഹേശ്വര പൂജ എന്നാണ് അതിന് പറയുന്നത്. അനവധി ഭക്തജനങ്ങൾ ഇവിടെ വഴിപാടായി പൂജ നടത്താറുണ്ട്. അതിൻ്റെ ഫലം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നുമുണ്ട്. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. അക്കാലത്ത് പൊട്ടക്കുഴിയിൽ താമസിച്ചിരുന്ന പേഷ്കാർ ശർമ്മസ്വാമിയുടെ വീട്ടുവളപ്പിൽ പ്രതിഷ്ഠിച്ചിരുന്ന നാഗരുടെ പ്രതിഷ്ഠ പിന്നീട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. കൊല്ലവർഷം 1072 മേലെ വാര്യത്ത് കാരണവർ ക്ഷേത്ര അധികാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൈമാറി. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും
ചുറ്റമ്പലവും മതിൽക്കെട്ടും നിർമ്മിക്കുകയും ചെയ്തത്. परब्रह्म स्वरूपा गम गम भूता प्रपञ्चरहिता निर्गुण परब्रह्म स्वरूपा गम गम भूता निजपुर निहित नितान्दहनन्दा निजपुर निहित नितान्दनन्दा आनन्द അതിശയ അക്ഷയലിംഗ. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മുഖ്യമായ ആഘോഷം ശിവരാത്രിയാണ്. എന്നാൽ ഇവിടെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും പ്രധാന ഉത്സവം മകരമാസത്തിലെ തിരുവാതിരയാണ്. തിരുവാതിര ദിവസം മാറാട്ടു വരുന്ന രീതിയിൽ നടത്തപ്പെടുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടത്തേത്. അനവധി ഭക്തജനങ്ങൾ ഇവിടെ വഴിപാടായി പൂജ നടത്താറുണ്ട്. അതിൻ്റെ ഫലം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നുമുണ്ട്. എല്ലാ ദിവസവും മൃത്യുഞ്ജയവും നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അനവധി ഭക്തജനങ്ങൾ ആരോഗ്യ സൗഖ്യത്തിനും ആയിട്ട് മൃത്യുഞ്ജയഹോമം വഴിപാടായിട്ട് ചെയ്യാറുണ്ട്. 10:15 മണിയോടനുബന്ധിച്ച് ഉച്ചപൂജയാവും. ഉച്ചപൂജയ്ക്ക് എല്ലാ ദിവസവും നിത്യം 108 കലശധാരയും ോടുകൂടിയാണ് ഉച്ചപൂജ നടക്കുന്നത്. 10:45 മണി കഴിയുമ്പോൾ ഉച്ചശിവേലിയായി ഉച്ചപൂജ ഉച്ചശിവേലി കഴിഞ്ഞ് നടയടയ്ക്കും. 11 മണിയോടനുബന്ധിച്ച് നടയടയ്ക്കും. വൈകുന്നേരം 5 മണിയോടനുബന്ധിച്ച് ആദ്യമേ നട തുറന്ന് 6:45 സന്ധ്യദീപാരാധന, അന്ത്യചാർത്തി സന്ധ്യദീപാരാധന, 7:30 മണിക്ക് അത്താഴപൂജ, അത്താഴശിവേലി ഇതോടെ കഴിഞ്ഞ് 8 മണിയോടനുബന്ധിച്ച് നടയടയ്ക്കും. ഒരു പ്രദേശത്തിന്റെ അടയാളമായി, ഒരു നാടിന്റെ ഐശ്വര്യമായി, ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ഹരം സർപ്പഹാരം ചിതാഭൂവിഹാരം ഭവം വേദസാരം സദാ നിർവികാരം ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യരത്നം സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യരത്നം സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി. പരമാത്മാവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മളിൽ കരുത്തു പകരുന്നു. ഭൗതികമായ എല്ലാ പ്രേരണകളെയും അവഗണിക്കുവാനും നഷ്ടബോധമില്ലാതാക്കുവാനും നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.